ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITU സമരം. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് CITU. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രിയുടെ വാഹനം വഴിയിൽ തടയും. ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് രണ്ടാം ഘട്ട സമരം എന്ന നിലയിൽ മാർച്ച് നടത്തുമെന്നും CITU പ്രഖ്യാപിച്ചു. അതിനാവശ്യമായ സ്ഥലം ഈ ഉത്തരവിട്ട മന്ത്രി തന്നെ കാണിച്ചു തരണം, അത് വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം പൂട്ടേണ്ട സ്ഥിതിയിലേക്ക് വരും. അത് അംഗീകരിക്കാൻ കഴിയില്ല, ഇവരെ പട്ടിണിക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് ആ അവസരവും പിൻവലിക്കണം. മന്ത്രിക്ക് വളരെ സുഗമമായി കേരളത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. അത് അടക്കം ഞങ്ങളെ യാത്രാ വാഹനം അടക്കം ഞങ്ങൾക്ക് തടയേണ്ടി വരും എന്ന കാര്യം എന്താ ചെയ്യുക? പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പോലീസിനെ കണ്ട് പേടിച്ച് തോക്ക് കണ്ട് പേടിച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. അത്തരം നിരവധി തോക്കുകളും നിരവധി ലാത്തികളും ഇതെല്ലാം കണ്ട് പേടിപ്പിച്ചും അതിന്റെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റിയും അങ്ങനെയാണ് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CITU പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ VV വിനോദ് നൽകും. VV വിനോദ്, നമ്മളിപ്പോൾ കേട്ടത് KK ദിവാകരൻ മുൻ MLA-യുടെ പ്രസംഗമാണ്. മന്ത്രിയെ വഴിയിൽ തടയും, ആ നിലയിലേക്ക് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് CITU നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതൊരു ചെറുകിട സംരംഭം എന്ന നിലയിൽ ആരംഭിച്ച ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഈ മേഖലയിൽ സംരംഭം നടത്തുന്ന നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയായി ഇത് മാറുകയാണോ? വലിയ പ്രതിഷേധത്തിന് സംസ്ഥാനം വേദിയാകുമോ? മനു, മന്ത്രിക്കെതിരെ ഭരണപക്ഷ സംഘടന തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഗണേഷിൻ്റെ തീരുമാനങ്ങൾ അത് വിവാദമാകുന്നു. ആദ്യം അദ്ദേഹം ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അത് ഒഴിവാക്കി ഡീസൽ ബസ്സുകൾ കൊണ്ടുവരും തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ എന്ന ഒരു പ്രസ്താവന നടത്തുകയും അത് മേയറും MLA VK പ്രശാന്തും ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്ത് വരികയും പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഒടുവിൽ ഗണേഷിനെ തിരുത്തുന്ന നിലയുണ്ടായി. പക്ഷേ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഗണേഷ് നടപ്പാക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനങ്ങൾ അദ്ദേഹം തന്നെ മെയ് ആദ്യം മുതൽ നടപ്പാകും എന്ന നിലയ്ക്ക് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളായി വന്നത് മന്ത്രിയുടെ അനുമതി തന്നെ ഇല്ലാതെ ഉദ്യോഗസ്ഥർ നടപ്പാക്കി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അതും വലിയ വിവാദമായി. 50 ഡ്രൈവിംഗ് ടെസ്റ്റുകളായി നിജപ്പെടുത്തുന്ന നില. ഏതായിരുന്നാലും ഇപ്പോൾ മന്ത്രിക്കെതിരെ CITU തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൽ CITU പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സ്വന്തമായി ഗ്രൗണ്ട് വേണം എന്നത് അടക്കമുള്ളതാണ് പരിഷ്കാരമായി വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രി തന്നെ ഇതെല്ലാം വാങ്ങി നൽകണം എന്ന കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഇത് ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ വാങ്ങി നൽകണം. സാധാരണക്കാരായ ആളുകൾ ഈ ഡ്രൈവിംഗ് പരിശീലനം നൽകി അവരുടെ ഉപജീവനം കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് ഈ രംഗത്ത് ധാരാളം വനിതകളുണ്ട്. അവർ തന്നെ കുടുംബം പോറ്റുന്നത് ഇങ്ങനെ ആളുകളെ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ചും ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിയുമൊക്കെയുമാണ്. അവിടെ BTech പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ബിരുദ യോഗ്യതയുള്ള ആളുകൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വേണമെന്ന ഒരു നിർദ്ദേശം കൂടി നേരത്തെ ഈ മന്ത്രിയുടേതായി വന്നിട്ടുണ്ട്. അത് നടപ്പാകുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. മെയ് മുതൽ ഈ പരിഷ്കാരങ്ങളെല്ലാം കൊണ്ടുവരും. ഡ്രൈവിംഗ് ടെസ്റ്റ് നൽകി ലൈസൻസ് നൽകുന്നതിന് ഓടിച്ചു കാണിക്കേണ്ട രീതിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ തമിഴ്നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ആളുകൾക്ക് എടുത്തു കൊടുക്കാമെന്ന നിലയിൽ പത്രത്തിൽ പരസ്യം നൽകിയത്. അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ എവിടെയും വാഹനം ഓടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ ഈ നൂലാമാലയൊന്നുമില്ല. ഈ ഇപ്പോൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾ അതിൻ്റെ പകുതി പോലും പ്രയാസമില്ലാതെ ആളുകൾക്ക് ലൈസൻസ് കിട്ടുന്ന നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ലൈസൻസ് എടുക്കുന്ന നിലയുണ്ടാകും. ഇങ്ങനെ ഒരു പരസ്യം നൽകിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്കെതിരെ ഇപ്പോൾ വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. ഇനി വരാൻ പോകുന്നത്, ഒരുപക്ഷെ ഈ പരിഷ്കാരങ്ങൾ നടപ്പായാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിനുള്ള ഏജന്റുമാർ അത് പല സ്ഥലങ്ങളിലും ഈ കുമിള പോലെ അവർ പൊന്തി വരും. ഒരു നിമിഷം എന്നോടൊപ്പം തുടരണം. മറ്റൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. വിനോദ്, അല്പസമയം തുടരണം. ഗതാഗത വകുപ്പിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA-യും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളി വിരുദ്ധ നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കടകംപള്ളി പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിൽ ആയിരക്കണക്കായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അത് മെയ് ആയിരുന്നാലും ജൂൺ ആയിരുന്നാലും
അവിടെ മനസ്സിലാകത്ത് വേവലാതിയുണ്ട്. ആ വേവലാതിക്ക് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കേരളത്തിലെ പുതുതായി ചുമതലയേറ്റ മന്ത്രി എന്നുള്ള നിലയിൽ ഈ വകുപ്പ് വളരെ നന്നായി നടത്തിക്കൊണ്ടു പോകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിനോടെല്ലാം നമ്മൾ യോജിക്കുകയാണ്. KSRTCയിൽ വരുത്തിയിരിക്കുന്നതായിട്ടുള്ള പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ KSRTC ഗുണകരമായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവിടെ ഈ മോട്ടോർ വാഹന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആയിരക്കണക്കായിട്ടുള്ള സഹോദരി സഹോദരന്മാരാണ്, തൊഴിലാളികളാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തി ജീവിക്കുന്നത്. അവരെ ജീവിക്കാൻ അനുവദിക്കണം. യെസ് വിനോദ്, അതാണ് ഒരു MLA, CPMന്റെ MLA ആ രീതിയിൽ പ്രതികരിക്കുന്നു. CPMന്റെ മുൻ MLA KK ദിവാകരന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും നമ്മൾ കേട്ടു. എന്താണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്? ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ സ്വരം മുന്നണിക്കകത്ത് നിന്ന് തന്നെ വരുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? KK ദിവാകരൻ തന്നെ രാവിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു, പക്ഷേ അവർ നിസ്സഹായാവസ്ഥ പറയുകയാണ്. ഇത്തരമൊരു പരിഷ്കാരത്തിന്റെ ആവശ്യമില്ല, പക്ഷേ എന്തു ചെയ്യാം, മന്ത്രി പറയുന്നു, അത് കേൾക്കാതെ തരവില്ല എന്നൊരു കാര്യം ഉദ്യോഗസ്ഥർ തങ്ങളോട് പറയുന്നു എന്നാണ് CIT നേതൃത്വം പറയുന്നത്. കടകംപള്ളി പറയുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ആയിരുന്ന ആളാണ്, ഇപ്പോൾ MLA ആണ്, CPMന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, അതായത് CPMമായോ അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായോ കൂടിയാലോചനയില്ലാതെ ഏകപക്ഷീയമായി ഗണേഷ് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ഇപ്പോൾ തന്നെ മുന്നണിക്കകത്തുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ, അതായത് നഗരത്തിന് മാർക്ക് നൽകി ഇന്ത്യയിലെ മികച്ച നഗരങ്ങളെ കണ്ടെത്തുമ്പോൾ അവിടെ ഈ പൊല്യൂഷൻ നിയന്ത്രിക്കുക എന്നൊരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അതിൽ എത്ര ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇത് ലാഭനഷ്ടം നോക്കി മാത്രമല്ല, നേരത്തെ ആന്റണി രാജുവിൻ്റെ സമയത്തുള്ള കണക്കുകൾ പുറത്തുവിട്ടത് അത് ലാഭത്തിലായിരുന്നു എന്ന കാര്യം തന്നെയാണ് MD ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട കണക്കുകളിലുള്ളത്. അതിലും ഇപ്പോഴത്തെ മന്ത്രിക്ക് അതൃപ്തി ഉണ്ടാവുകയും MDയുമായി ഇടയുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വരികയും MD ആ സ്ഥാനത്ത് വളരെ വ്യക്തമാണ്. ഏതായാലും ഭരണകക്ഷിയിൽ തന്നെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉയരുകയാണ്. ഏതായാലും